ഹിസ്റ്ററി ക്ലബ് സ്റ്റുഡിയോയിലേക്ക് സ്വാഗതം. ഫോക്കസ് ഏരിയ തീം 1. ഫ്രം ദ ബിഗിനിങ് ഓഫ് ടൈം, കാലാരംഭം മുതൽ. ഫോക്കസ് ഏരിയ 1. ദ സ്റ്റോറി ഓഫ് ഹ്യൂമൻ ഇവല്യൂഷൻ. The story of human evolution is long and complicated. Primates. Primates are a subgroup of mammals emerged in Asia and Africa. They include monkeys, apes, and humans. Features. They have body hair, a relatively long gestation period following birth, mammary glands, different types of teeth, ability to maintain a constant body temperature. By about 24 million years ago, there emerged a subgroup amongst primates called hominoids. These included apes and humans. Hominids were evolved from hominoids and share certain common features. There are major differences between the two also. മനുഷ്യപരിണാമത്തിൻ്റെ കഥ. മനുഷ്യൻ്റെ പരിണാമം ദീർഘമേറിയതും സങ്കീർണവും ആയിരുന്നു. പ്രിമേറ്റുകൾ സസ്തനി ജീവികളുടെ ഒരു ഉപഗ്രൂപ്പായിരുന്നു. കുരങ്ങന്മാർ, മനുഷ്യർ എന്നിവർ അതിൽ ഉൾപ്പെട്ടിരുന്നു. രോമാവൃത ശരീരം, നീണ്ട ഗർഭധാരണ കാലം, സ്തനഗ്രന്ഥികൾ, വിവിധ തരത്തിലുള്ള പല്ലുകൾ, സ്ഥിരമായ ശരീര ഊഷ്മാവ് നിലനിർത്താനുള്ള കഴിവ് എന്നിവയായിരുന്നു പ്രത്യേകതകൾ. ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് പ്രിമേറ്റ്സുകളുടെ ഒരു ഉപവിഭാഗമായ ഹൊമിനോയിഡ്സ് ഉണ്ടായി. ഈ വിഭാഗത്തിലായിരുന്നു കുരങ്ങുകളും മനുഷ്യരും ഉൾപ്പെട്ടിരുന്നത്. ഹൊമിനോയിഡുകളിൽ നിന്നും ഹൊമിനിഡുകൾ ഉയർന്നു വന്നു. ഹൊമിനോയിഡുകൾക്കും ഹൊമിനിഡുകൾക്കും ചില പൊതു സവിശേഷതകൾ ഉണ്ടായിരുന്നു. അതേസമയം പ്രധാനപ്പെട്ട വ്യത്യാസങ്ങളും ഉണ്ടായിരുന്നു. ഫോക്കസ് ഏരിയ 2. Hominoids. Features. Smaller brain, larger body, long period of infant development and dependency, don't have a tail, quadrupeds, walking on all four. ഹൊമിനോയിഡുകൾ. സവിശേഷതകൾ. തലച്ചോറിൻ്റെ വലിപ്പം കുറവായിരുന്നു. വലിയ ശരീരം ഉണ്ടായിരുന്നു. ദൈർഘ്യമേറിയ ശൈശവകാലവും ആശ്രയത്വവും. വാലുണ്ടായിരുന്നില്ല. നാൽക്കാലിയായിരുന്നു. ഫോക്കസ് ഏരിയ 3. ഹൊമിനിഡ്സ്. ഫീച്ചേഴ്സ്. upright posture, bipedal locomotion, walking on 2 feet, larger brain, specialization of hands. ഹൊമിനിഡുകൾ. പ്രത്യേകതകൾ. നിവർന്നു നിന്നിരുന്നു. ഇരുകാലികളാണ്. വലിയ തലച്ചോർ. വൈദഗ്ധ്യമേറിയ കൈകൾ. 2 lines of evidence suggest on African origin for hominids. It is the group of African apes that are most closely related to hominids. Earliest hominid fossils have been found in East Africa, belongs to Australopithecus.
Fossils found outside Africa are not older than 1.8 million years ago. Hominids belongs to a family known as Hominidae, which includes all forms of human beings. Hominids are further subdivided into branches. Among them, Australopithecus and Homo are important. The remains of early humans have been classified into species on the basis of differences in bone structure, skull size, and jaws. ഹൊമിനിഡുകൾ ആഫ്രിക്കയിലാണ് ഉത്ഭവിച്ചത് എന്ന് പറയാൻ രണ്ട് കാരണങ്ങളാണുള്ളത്. ആഫ്രിക്കൻ ആൾക്കുരങ്ങുകൾക്ക് ഹൊമിനിഡുകളുമായി വളരെയധികം ബന്ധമുണ്ട്. ഏറ്റവും പഴക്കം ചെന്ന ഹൊമിനിഡ് ഫോസിൽ കണ്ടെത്തിയത് കിഴക്കൻ ആഫ്രിക്കയിൽ നിന്നാണ്. ഇത് ആസ്ട്രലോപിത്തക്കസിന്റെ ഫോസിൽ ആയിരുന്നു. ഹൊമിനിഡുകൾ ഹൊമിനിഡെ എന്ന കുടുംബത്തിൽ പെട്ടവരായിരുന്നു. എല്ലാത്തരം മനുഷ്യരും ഈ വിഭാഗത്തിൽ ഉൾപ്പെടും. ഹൊമിനിഡുകളെ രണ്ട് ശാഖകളായി വിഭജിച്ചിട്ടുണ്ട്. ആസ്ട്രലോപിത്തക്കസ്, ഹോമോ. ആദിമ മനുഷ്യരുടെ ഫോസിലുകളെ വിവിധ വർഗങ്ങളായി തരംതിരിക്കുന്നത് അസ്ഥികളുടെ ഘടന, താടിയെല്ല്, തലയോട് എന്നിവയുടെ ഘടന അനുസരിച്ചായിരുന്നു. ഫോക്കസ് ഏരിയ 4. ആസ്ട്രലോപിത്തക്കസ്. Latin word astral meaning southern. Greek word pithekos meaning apes. They retain many features of apes. They have small brain size, heavier jaws and larger teeth. Fossils discovered from Olduvai Gorge in East Africa. The Olduvai Gorge, excavated by Mary and Louis Leakey. The earliest stone tool makers were the Australopithecus. Australopithecus. ലാറ്റിൻ വാക്കായ ആസ്ട്രൽ എന്നാൽ ദക്ഷിണ ദേശം എന്നും പിതക്കോസ് എന്ന ഗ്രീക്ക് വാക്കിനർത്ഥം വാനരൻ എന്നുമാണ്. കാരണം ആൾക്കുരങ്ങിൻ്റെ ചില സവിശേഷതകൾ ഇവയ്ക്കുണ്ടായിരുന്നു. തലച്ചോറ് വലിപ്പം കുറവായിരുന്നു. വലിപ്പമേറിയ താടിയെല്ല്, വലിയ പല്ലുകൾ, ഇവയൊക്കെയാണ് പ്രത്യേകതകൾ. ഈസ്റ്റ് ആഫ്രിക്കയിലെ ടാൻസാനിയയിലെ ഓഡുവായി ഗോർജിൽ നിന്നാണ് ആദ്യമായി ഫോസിലുകൾ ലഭിച്ചത്. ഓഡുവായി ഗോർജിൽ ഉത്ഖനനം നടത്തിയത് ലൂയിസ് ലീക്കെ, മേരി ലീക്കെ എന്നിവരാണ്. ആദ്യകാല ശില ഉപകരണ നിർമ്മാതാക്കളാണ് ആസ്ട്രലോപിത്തക്കസ്. Focus area 5. Homo. Latin word homo meaning man. They have larger brain, just with a reduced outward posture and smaller teeth. Increased brain size indicates more intelligence and memory. ഹോമോ. ലാറ്റിൻ വാക്കായ ഹോമോയുടെ അർത്ഥം മനുഷ്യൻ എന്നാണ്. വലിയ മസ്തിഷ്കം, കുറച്ച് ഉന്തിയ താടിയെല്ല്, ചെറിയ പല്ലുകൾ. തലച്ചോറിൻ്റെ വലിപ്പം ഓർമ്മശക്തിയും ബുദ്ധിശക്തിയുമാണ് കാണിക്കുന്നത്. ടൈപ്സ് ഓഫ് ഹോമോ. ഹോമോ ഹബിലസ്. Homo habilis means tool maker.
fossils have been found at Omo in Ethiopia and at Olduvai Gorge in Tanzania. Homo erectus. Homo erectus means the upright man. Fossils have been found both in Africa and Asia. Cubifora, West Turkana in Kenya, Mojokerto, Sangkiran, Java in Indonesia. Homo sapiens means wise man or thinking man. The names for fossils are derived from the places where the first fossils of a particular type were found. Fossils found in Heidelberg, a city in Germany, were called Homo heidelbergensis. Fossils found in Neander Valley in Germany were called Homo neanderthalensis. The earliest fossils found from Europe are of Homo heidelbergensis. Both belongs to the species of archaic Homo sapiens. Homo habilis വിദഗ്ധ മനുഷ്യൻ എന്നറിയപ്പെടുന്നു. ആദ്യത്തെ പണിയായുധ നിർമ്മാതാക്കളാണ്. എത്യോപ്യയിലെ ഓമോയിൽ നിന്നും ടാൻസാനിയയിലെ ഓൾഡുവായ് ഗോർജിൽ നിന്നും ഫോസിലുകൾ കണ്ടുകിട്ടി. ഹോമോ എറക്ടസ് നിവർന്ന മനുഷ്യൻ എന്നറിയപ്പെടുന്നു. ആഫ്രിക്കയിൽ നിന്നും ഏഷ്യയിൽ നിന്നും ഫോസിലുകൾ കണ്ടുകിട്ടി. കെനിയയിലെ ക്യൂബിഫോറ, പടിഞ്ഞാറ് ടർക്കാന, ഇന്തോനേഷ്യയിലെ മോജോകൊർത്തോ, സംഖിരാൻ എന്നിവിടങ്ങളിൽ നിന്നും ഫോസിലുകൾ കണ്ടുകിട്ടി. ഹോമോസാപ്പിയൻസ് ബുദ്ധിമാനായ മനുഷ്യൻ എന്നറിയപ്പെടുന്നത് ഫോസിലുകൾ കണ്ടുകിട്ടിയ സ്ഥലത്തിൻ്റെ പേരിലാണ് ആ മനുഷ്യവർഗം അറിയപ്പെടുന്നത്. ഹോമോസാപ്പിയൻസിൻ്റെ ഫോസിലുകൾ ആദ്യമായി യൂറോപ്പിൽ കണ്ടെത്തിയത് ജർമ്മനിയിലെ ഹെയ്ഡൽബർഗ്, നിയാണ്ടർത്താൽ എന്നീ പ്രദേശങ്ങളിൽ നിന്നാണ്. നിയാണ്ടർത്താൽ പ്രദേശത്ത് നിന്ന് കണ്ടുകിട്ടിയ ഫോസിലുകളെ ഹോമോ നിയാണ്ടർത്താൽനിസിസ് എന്നും ഹെയ്ഡൽബർഗിൽ നിന്നും കണ്ടുകിട്ടിയ ഫോസിലുകളെ ഹോമോ ഹെയ്ഡൽബർഗൻസിസ് എന്നും അറിയപ്പെടുന്നു. ഇവ രണ്ടും പുരാതന ഹോമോസാപ്പിയൻസുകളാണ്. ഫോക്കസ് ഏരിയ 6. There are two main theories for the origin of modern humans: replacement model, regional continuity model. ആധുനിക മനുഷ്യരുടെ ഉത്ഭവത്തെക്കുറിച്ച് രണ്ട് സിദ്ധാന്തങ്ങളുണ്ട്. ഏകോൽപത്തി മാതൃക, പ്രാദേശിക തുടർച്ച മാതൃക. റീപ്ലേസ്മെന്റ് മോഡൽ, സിംഗിൾ റീജിയൻ ഒറിജിൻ. Human originated in Africa. Archaic humans were replaced by modern humans. Genetic and anatomical homogeneity support these views. Similarity is due to origin from a single region. The earliest fossils of modern humans have been discovered from Omo in Ethiopia. Support this view. The physical differences among modern humans are the result of adaptation by population who migrated to the region by finally settled. ഏകോൽപത്തി മാതൃക. ആധുനിക മനുഷ്യൻ ഉത്ഭവിച്ചത് ആഫ്രിക്കയിലാണ്.
പഴയ മനുഷ്യവിഭാഗത്തിനു പകരം പുതിയ മനുഷ്യർ ഉത്ഭവിച്ചു. ജനിതകപരവും ശരീരശാസ്ത്രപരവുമായ ഏകത ഇതാണ് കാണിക്കുന്നത്. ആധുനിക മനുഷ്യരിലുള്ള സാദൃശ്യത്തിന് കാരണം അവർ ഒരു പ്രദേശത്ത് ഉണ്ടായത് കൊണ്ടാണ്. ആധുനിക മനുഷ്യന്റെ ഏറ്റവും പഴക്കം ചെന്ന ഫോസിലുകൾ കണ്ടെത്തിയത് എത്യോപ്യയിലെ ഓമോയിൽ നിന്നാണ്. ഇത് ഈ സിദ്ധാന്തത്തിന് ബലമേകുന്നു. റീജിയണൽ കണ്ടിന്യൂറ്റി മോഡൽ or multi-regional origin. Humans evolved in different parts of the world from local archaic human. There is a regional differences in the features of modern humans. Dissimilarities are due to differences between Homo erectus and Homo heidelbergensis populations that occupied the same region. പ്രാദേശിക തുടർച്ചാ മാതൃക. ആധുനിക മനുഷ്യൻ ഉത്ഭവിച്ചത് ലോകത്തിൻ്റെ പല ഭാഗത്തുമാണ്. ഓരോ പ്രദേശത്തെയും ആദിമ മനുഷ്യരിൽ നിന്നാണ് ആധുനിക മനുഷ്യൻ ഉണ്ടായത്. ആധുനിക മനുഷ്യരിൽ പ്രാദേശിക വ്യത്യാസം കാണാൻ കാരണം ഇതാണ്. ഹോമോ ഇറക്റ്റസും ഹോമോ ഹെയ്ഡൽബെർഗൻസിസും തമ്മിലുള്ള വ്യത്യാസമാണ് ആധുനിക മനുഷ്യരിലുള്ള വ്യത്യാസത്തിനുള്ള കാരണം. ശാരീരിക വ്യത്യാസത്തിന് കാരണം അവർ കുടിയേറി സ്ഥിര താമസമാക്കിയ പ്രദേശവുമായി ഇണങ്ങി ചേർന്നതിൻ്റെ ഫലമാണ്. ഫോക്കസ് ഏരിയ 7. Early humans ways of obtaining food. Early humans obtaining food through gathering, hunting, scavenging, and fishing. Gathering. Early humans collected plant food such as seeds, nuts, berries, fruits, and tubers. Scavenging. Early humans scavenged for meat of animals that had died or killed by other predators. Small mammals such as rodents, birds, reptiles, and even insects were eaten by early humans. Hunting. Hunting probably began by about 5 lakh years ago. Evidence for the plant hunting comes from some sites. Boxgrove in southern England. Schöningen in Germany. Dolny Westernized in Czech Republic. Sites near a river have been chosen by them for plant hunting. Herds of migrating animals crossed a river during their spring and autumn migration. People know of these animals and killed them. Fishing. Fishing was also important, as is evident from the discovery of fish bones at different sites. ആദിമ മനുഷ്യൻ ഭക്ഷണം തേടുന്നതിനുള്ള മാർഗങ്ങൾ. ആദിമ മനുഷ്യൻ ഭക്ഷണം തേടിയിരുന്നത് ഭക്ഷണം ശേഖരിച്ചും ചത്ത മൃഗങ്ങൾ ഭക്ഷണമാക്കിയും വേട്ടയാടിയും മീൻ പിടിച്ചുമായിരുന്നു. ഭക്ഷണ ശേഖരണം. സസ്യ ഉൽപ്പന്നങ്ങളായ വിത്തുകൾ, അണ്ടിപ്പരിപ്പുകൾ, കായ്കനികൾ, കിഴങ്ങുകൾ എന്നിവ ശേഖരിച്ചു. ചത്ത മൃഗങ്ങളെ ഭക്ഷണമാക്കി. മറ്റ് മൃഗങ്ങൾ കൊന്നിട്ട മൃഗങ്ങളെ ഭക്ഷണമാക്കി. സസ്തനികളായ എലി, അണ്ണാൻ, പക്ഷികൾ, ഇഴജന്തുക്കൾ, കീടങ്ങൾ എന്നിവയെല്ലാം മനുഷ്യൻ ഭക്ഷണമാക്കി. വേട്ടയാടൽ.
5 ലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് തന്നെ മനുഷ്യർ വേട്ടയാടാൻ ആരംഭിച്ചിരുന്നു. ആസൂത്രിതമായ വേട്ടയാടലിൻ്റെ തെളിവുകൾ ചില കേന്ദ്രങ്ങളിൽ നിന്ന് ലഭിച്ചിരുന്നു. ഇംഗ്ലണ്ടിലെ ബോക്സ് ഗ്രോവ്, ജർമ്മനിയിലെ ഷോണിഞ്ചൻ, ചെക്ക് റിപ്പബ്ലിക്കിലെ ഡോൾനി വെസ്റ്റനൈസ് എന്നിവയാണ് ആ കേന്ദ്രങ്ങൾ. നദീതീരങ്ങളാണ് വേട്ടയാടലിനു വേണ്ടി തിരഞ്ഞെടുത്തത്. വസന്തകാലത്തും ശരത് കാലത്തും മൃഗങ്ങൾ ദേശാന്തര ഗമനം നടത്തുന്ന സമയത്ത് നദി മുറിച്ചു കടക്കുമ്പോൾ അവയെ വേട്ടയാടി പിടിക്കുമായിരുന്നു. മത്സ്യബന്ധനം. പല കേന്ദ്രങ്ങളിൽ നിന്നും മീൻമുള്ളുകളുടെ ശേഖരണം കണ്ടുകിട്ടിയിട്ടുണ്ട്. ഇത് ആദിമ മനുഷ്യൻ മത്സ്യബന്ധനത്തിൽ ഏർപ്പെട്ടതിൻ്റെ തെളിവാണ്. ഫോക്കസ് ഏരിയ 8. Early humans, from trees to caves and open-air sites. We can find out the residence of the hominids by plotting the distribution of artifacts. Thousands of flake tools and hand axes have been excavated at Kilambe and Olorgi Sale in Kenya. In some areas, food resources were abundant and people visited repeatedly. In such areas, people would leave traces of their activities and presence, including artifacts. They deposited artifacts would accumulate in one place. The place where less visited would have fewer artifacts. Between 4 lakhs and 1,25,000 years ago, caves and open-air sites began to be used. In Lazaret Cave in southern France, a 12 into 4 meter shelter was built. Inside it were 2 hearths and evidence of different food sources. At Terra Amata in southern France, a shelter with roofs of wood and grass were built for short-term seasonal visit. Pieces of baked clay and burnt bones, along with stone tools, have been found at some sites in South Africa. We don't know whether this is a result of a natural bushfire or volcanic eruption or controlled use of fire. Advantages of controlled use of fire: to provide warmth and light inside caves, to harden wood, to scare away dangerous animals, for cooking, flaking tools. ആദിമ മനുഷ്യൻ മരങ്ങളിൽ നിന്നും ഗുഹകളിലേക്കും തുറസായ കേന്ദ്രങ്ങളിലേക്കും മനുഷ്യനിർമ്മിത വസ്തുക്കളെ കണ്ടെത്തി ആദിമ മനുഷ്യരുടെ വാസസ്ഥലങ്ങൾ കണ്ടെത്താം. കെനിയയിലെ കിലംബെ, ഒലോർഗിസൈലി എന്നീ സ്ഥലങ്ങളിൽ നിന്നും ആയിരക്കണക്കിന് ശിലാപാളികൾ കൊണ്ടുള്ള ഉപകരണങ്ങളും കൽമഴുവും കണ്ടെടുത്തിട്ടുണ്ട്. ചില സ്ഥലങ്ങളിൽ ഭക്ഷ്യവിഭവങ്ങൾ ധാരാളം ഉണ്ടായിരുന്നു. അത്തരം സ്ഥലങ്ങൾ മനുഷ്യർ നിരന്തരം സന്ദർശിച്ചു. അവിടെ അവർ ഉപയോഗിച്ച ഉപകരണങ്ങളും മറ്റും ഉപേക്ഷിച്ചിട്ട് പോയിട്ടുണ്ട്. അത്തരം സ്ഥലങ്ങളിൽ മനുഷ്യനിർമ്മിത വസ്തുക്കൾ കൂടിക്കിടക്കാൻ സാധ്യതയുണ്ട്. മനുഷ്യൻ കുറച്ചു മാത്രം സന്ദർശിച്ച സ്ഥലങ്ങളിൽ മനുഷ്യനിർമ്മിത വസ്തുക്കൾ കുറവായിരിക്കും.
4 ലക്ഷം വർഷത്തിനും 1,25,000 വർഷത്തിനും ഇടയിൽ മനുഷ്യർ ഗുഹകളിൽ നിന്നും തുറസായ സ്ഥലങ്ങളിലേക്ക് താമസിക്കാൻ തുടങ്ങി. ഫ്രാൻസിലെ ലാസററ്റ് ഗുഹയിൽ 12x4 മീറ്റർ വലിപ്പമുള്ള ഒരു താവളം നിർമ്മിച്ചിരുന്നു. അതിനകത്ത് 2 അടുപ്പുകളും വ്യത്യസ്ത ഭക്ഷ്യവസ്തുക്കളുടെ അവശിഷ്ടങ്ങളും കണ്ടുകിട്ടിയിട്ടുണ്ട്. ദക്ഷിണ ഫ്രാൻസിലെ ടെറ അമാറ്റ എന്ന സൈറ്റിൽ നിന്നും മരത്തിൻ്റെ മേൽക്കൂരയുള്ള പുല്ലുമേഞ്ഞ താൽക്കാലിക താവളങ്ങൾ കണ്ടുകിട്ടിയിട്ടുണ്ട്. ദക്ഷിണ ആഫ്രിക്കയിലെ ചില സൈറ്റുകളിൽ നിന്നും ചുട്ട കളിമൺ കഷ്ണങ്ങളും കത്തിക്കരിഞ്ഞ എല്ലിൻ കഷ്ണങ്ങളും ചില ശിലാ ആയുധങ്ങളും കണ്ടുകിട്ടിയിട്ടുണ്ട്. കുറ്റിക്കാടുകൾക്ക് തീപിടിച്ചത് കൊണ്ടാണോ, അഗ്നിപർവ്വത സ്ഫോടനം കാരണമാണോ, അതോ ബോധപൂർവം തീ ഉപയോഗിച്ചതാണോ എന്ന് അറിയില്ല. തീയുടെ ഉപയോഗം: ഗുഹയിൽ ചൂടും വെളിച്ചവും നൽകാൻ, മരത്തിന് കാഠിന്യം വർദ്ധിപ്പിക്കാൻ, ഹിംസ്ര ജന്തുക്കളെ അകറ്റി നിർത്താൻ, ഭക്ഷണം പാകം ചെയ്യാൻ, ശിലാപാളികൾ അടർത്തിയെടുക്കാൻ. ഈ ആവശ്യങ്ങൾക്കെല്ലാം നിയന്ത്രിതമായ രീതിയിൽ തീ ഉപയോഗിച്ചിരുന്നു.